ഒന്ന് വേഗത്തിലൊന്ന് നിലമ്പൂർക്കൊന്ന് പോകണം. അവിടെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച വ്യക്തി അദ്ദേഹം പാണക്കാട് എത്തിയിരിക്കുന്നു. പാണക്കാട് അവിടെ സന്തോഷം പങ്കിടുകയാണ് ലീഗ് പ്രവർത്തകരുമായി. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ലീഗും ആര്യാടൻ കുടുംബവുമായി വലിയ അകൽച്ച ഉണ്ടായതാണ്. ഈ ബൈ ഇലക്ഷന് ശേഷം, ബൈ ഇലക്ഷനോടുകൂടി അതങ്ങ് മഞ്ഞുരുകി. എന്തായാലും ഇപ്പോൾ വിജയത്തിന് ശേഷം ഷൗക്കത്ത് ആദ്യം എത്തുന്ന ഇടങ്ങളിലൊന്നായി പാണക്കാട് തറവാട് മാറി. ലീഗിനോടുള്ള വിധേയത്വം കൂടി താൻ പ്രകടിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഷൗക്കത്ത്? സജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് ആദ്യമായി സന്ദർശനം നടത്തുന്നത് പാണക്കാടാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച. ഇപ്പോൾ ഇവിടെ PK ബഷീർ MLA, UA ലത്തീഫ് MLA തുടങ്ങി ലീഗിന്റെ MLA മാരും അതേ ഇസ്മായിൽ മുത്തേടം പോലെ ലീഗിന്റെ ജില്ലാ നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്കറിയാം, നേരത്തെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷവും അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അന്ന് പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നില്ല. അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായിട്ടായിരുന്നു അന്ന് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നിപ്പോൾ ഈ ഒരു വിജയത്തിൽ വലിയ ഒരു പങ്ക് തന്നെ മുസ്ലിം ലീഗിന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ്, കൂടി ബലവത്താക്കുകയാണ് ഷൗക്കത്തിന്റെ ഈ ഒരു സന്ദർശനം. ഇവിടെ എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് പച്ച ലഡു, വിജയത്തിന്റെ സന്തോഷമായി പച്ച ലഡു പങ്കിട്ടുകൊണ്ടാണ് നേതാക്കൾ അവരുടെ സന്തോഷം പങ്കുവച്ചത്. അത്തരത്തിൽ സ്വീകരിച്ച് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീടിനുള്ളിലാണ് നേതാക്കളുള്ളത്. അല്പസമയത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയുന്നത്. എന്നാൽ ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ കൂടി ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനമായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ലീഗിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. ആ ഒരു ഐക്യം UDF-നെ വലിയ തോതിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം കൂടുതൽ ബലവത്താക്കുന്നു, കൂടുതൽ ഊഷ്മളമാക്കുന്നു എന്ന് തന്നെ വേണം ഷൗക്കത്തിന്റെ ഈ ആദ്യത്തെ ഈ സന്ദർശനം തന്നെ പാണക്കാട്ടേക്ക് ആക്കിയതിന്റെ ഒരു സൂചനയായി കാണുവാൻ. എന്നാണെങ്കിലും ഇരു നേതാക്കളും അതുപോലെ തന്നെ ലീഗിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ ഇവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം അവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. സജിത്ത്, അനുമോദ് സൂചിപ്പിച്ചു തന്നെയാണ് അതിന്റെ പശ്ചാത്തലം. കാരണം ലീഗും ആര്യാടൻ കുടുംബവുമായി ഉണ്ടായിരുന്ന ഒരു അകൽച്ചയുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പോടുകൂടി മഞ്ഞുരുകയാണ്. നിലമ്പൂരെ വിജയത്തിന് ഒരുപക്ഷേ ഷൗക്കത്ത് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നതും ലീഗ് നേതൃത്വത്തോടാണ്. കാരണം ലീഗിന്റെ സംഘടനാ സംവിധാനമാണ് അവിടെ UDF-ന് കരുത്തായി പ്രവർത്തിച്ചത്. അത് ആ തിരിച്ചറിവിൽ കൂടിയാവണം ഷൗക്കത്ത് എന്തായാലും അവിടെ ആദ്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി നന്ദി അറിയിക്കാൻ എത്തുന്നത് അവിടേക്കാണ്. വൈകിട്ട് അദ്ദേഹം